കണ്ടല കരുവന്നൂർ കേസുകൾക്ക് പിന്നാലെ CPM ഭരണത്തിലുള്ള തൃശൂർ കുട്ടനെല്ലൂർ സഹകരണ ബാങ്ക് ക്രമക്കേടിലും അന്വേഷണത്തിനൊരുങ്ങി ED. ബിനാമി പേരുകളിൽ ലോണുകൾ തട്ടിയതിലാണ് അന്വേഷണം. വിവിധ പരാതികളിൽ പ്രത്യേകം FIRകൾ രജിസ്റ്റർ ചെയ്താണ് അന്വേഷണം നടത്തുക. ലോൺ തട്ടിപ്പിൽ 15 പേർക്കെതിരെ ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി നൽകിയ പരാതികളിൽ നടപടികൾ എടുക്കാതെ പോലീസും സഹകരണ വകുപ്പും. 152 കോടി രൂപയുടെ നിക്ഷേപമുണ്ടായിരുന്ന തൃശൂർ ഒല്ലൂർ കുട്ടനെല്ലൂർ ബാങ്കിൽ 2016 മുതലാണ് വായ്പാ തട്ടിപ്പ് നടന്നത്. മറ്റു പലരുടെയും ഭൂമി അവരറിയാതെ ഈടായി വെച്ച് കോടികൾ തട്ടുകയും പലിശയടക്കം വൻ ബാധ്യത ബാങ്കിനുണ്ടാക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അംഗത്വാപേക്ഷകൾ കൃത്യമായി പൂരിപ്പിക്കാതെയും ഈടായി വെച്ച ഭൂമിക്ക് മൂല്യമുണ്ടോ എന്ന് പരിശോധിക്കാതെയുമാണ് ഭരണസമിതി ലോണുകൾ അനുവദിച്ചിട്ടുള്ളത്. പണം തിരിച്ചടവിനായി ബാങ്ക് അധികൃതർ സമീപിക്കുമ്പോൾ മാത്രമാണ് തങ്ങളുടെ പേരിലുള്ള തട്ടിപ്പിനെ കുറിച്ച് പലരും അറിയുന്നത്. വ്യാജ പേരുകളിൽ ലോൺ നൽകിയെന്ന പരാതികളിലാണ് പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി ED കേസെടുക്കുന്നത്. കുട്ടനെല്ലൂർ സഹകരണ ബാങ്കിലെ കോടികളുടെ ക്രമക്കേടിനെ കുറിച്ച് ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി ഒല്ലൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. സഹകരണ വകുപ്പും നടപടികളെടുത്തില്ല. കുട്ടനെല്ലൂർ ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി ഗോപാലകൃഷ്ണനും സീനിയർ ക്ലർക്ക് ജയശ്രീയും EDക്ക് മൊഴി നൽകിയിട്ടുണ്ട്. സഹകരണ നിയമത്തിലെ 65 വകുപ്പ് പ്രകാരമുള്ള അന്വേഷണ റിപ്പോർട്ടും ഹിയറിംഗും 2020 പൂർത്തിയാക്കിയിരുന്നു. ഭരണസമിതിയുടെ അറിവോടെയും ഇടപെടലിലൂടെയും കോടികളുടെ തട്ടിപ്പ് നടന്നതായാണ് കണ്ടെത്തൽ. പരിധിയിലധികം തുക വായ്പ നൽകൽ, ഈട് വസ്തുവിന്റെ വില ഉയർത്തിക്കാണിച്ച് വായ്പകൾ നൽകൽ, വ്യാജരേഖകളിൽ വായ്പ നൽകൽ എന്നിങ്ങനെയാണ് തട്ടിപ്പുകൾ. ജനം, കൊച്ചി.